ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഈസ്റ്ററൊക്കെ ആയില്ലേ? ഈസ്റ്ററിന്റെ പരിപാടികളൊക്കെ എവിടം വരെയായി? ഇവിടെ ഞങ്ങൾക്ക് അത്ര അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇപ്പം നാട്ടിലാവുമ്പോഴാണ് ഈസ്റ്ററിന് എല്ലാവരും ചേച്ചിമാരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളൊരു വിശേഷം കാര്യങ്ങളും. ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഞാനും ഏട്ടനും മോള് തന്നെയാണല്ലോ. എന്നാലും സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. എല്ലാ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സെലിബ്രേറ്റ് മാക്സിമം എന്താ പറയുക പറ്റാവുന്നതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഈസ്റ്റർ അല്ലേ വരുന്നേ. അപ്പം ഞാൻ എല്ലാ ഷോപ്പിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും കാണാം ഈസ്റ്റർ മുട്ടകൾ കുറേ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈസ്റ്ററും ക്രിസ്മസാന്ന് തോന്നുന്നു ഇവർക്ക് ഏറ്റവും സ്പെഷ്യൽ. നമുക്ക് നാട്ടിൽ എന്താ പറയാ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസവും വിശേഷം സെലിബ്രേഷൻ ആണ് നമുക്ക് നാട്ടില്. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. മെയിനായിട്ട് ഈസ്റ്റർ, ക്രിസ്മസ്, ന്യൂ ഇയർ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈസ്റ്ററിന് കുറേ മുട്ടകളും പിന്നെ എന്തൊക്കെയോ കുറേ സെലിബ്രേഷനുള്ള സംഭവങ്ങളും കുറേയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ആകെ കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യണത് ക്രിസ്മസിന് കൂടുണ്ടാക്കുക, ഡെക്കറേറ്റ് ചെയ്യുക അത്ര മാത്രമല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ പൊന്നൂസിന് അത് കാണാലോ. അപ്പോൾ അവളും പിന്നീട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി പരിചയമാവും. അങ്ങനെയൊക്കെ ഒരു രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് കലാപരമായി ഭയങ്കര കഴിവോ അല്ലെങ്കിൽ അത്ര അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. എന്നിരുന്നാലും ചില സമയത്ത് ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ട ഡിസൈനോ അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ച് കുത്തി അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പരമാവധി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അതുമൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ഉണ്ണിയും ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് എല്ലാം ചെയ്യണതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. നമ്മൾ ഒറ്റയ്ക്ക് അത് ചെയ്ത് വെക്കുന്നേക്കാൾ ഇപ്പം ഉണ്ണി ഉണ്ടല്ലോ, അപ്പോൾ അവൾക്കും കൂടി കാണുമ്പോൾ അതൊരു ഇഷ്ടമാവും എന്നും വിചാരിച്ചു. പിന്നെ ഇവിടെ സ്കൂളുകളിലൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. തുന്നാന്, പിന്നെ ക്രോഷെറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർക്ക് ചെറുതിലേ സ്കൂളിൽ പോകുന്ന ടൈം തൊട്ടേ പഠിപ്പിക്കുന്നുമുണ്ട്. അത് കാരണം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു സന്തോഷമല്ലേ അല്ലേ. അപ്പം ഞങ്ങൾ കുറേ മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കളറിലുള്ള മുട്ടയാണ്. വൈറ്റ് കളറിലുള്ളത് ഉണ്ട്, പക്ഷെ ഇപ്പം നമുക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയത് ഇതാണ്. അത് കാരണം തന്നെ എനിക്ക് അതുമ്മ കളർ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മറ്റേ പെയിൻറ്റിൻ്റെ അതും പിന്നെ സ്കെച്ച് പെന്നാണ് എടുത്തായിരുന്നത്. സ്കെച്ച് പെൻ പിന്നെ നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതുണ്ടല്ലോ പൊന്നൂസിന്. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് കുറേ അമ്മമാർ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ സ്കെച്ച് പെനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പെയിൻറ്റ് പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാ. ഇവിടെ ഹാലോവിൻ്റെ ഒക്കെ വരുമ്പോൾ ഒത്തിരി ഇങ്ങനെ പെയിൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അന്ന് വാങ്ങിച്ചു വെച്ചതാണത്. അപ്പോൾ ഇതേ പെയിൻറ് ചെയ്യാനായിട്ട് ആദ്യം സ്കെച്ച് കൊണ്ട് നോക്കി. അപ്പോൾ അതിൽ ചെറിയ കളറ് കുറവായിരുന്നു. പിന്നെ ഞാനിത് പെയിൻറ് വെച്ച് നോക്കി. അപ്പം അത് പക്ഷേ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് ആദ്യം കിട്ടിയില്ല. പക്ഷെ അത് കുറച്ച് നേരം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് അത് അങ്ങനെ വെച്ചപ്പോൾ സെറ്റായി കിട്ടിയായിരുന്നു കേട്ടോ ആ കളറ്. എന്നിരുന്നാലും പെയിൻറ് ഞാൻ അധികം യൂസ് ചെയ്തില്ല. പിന്നെ ഏട്ടനാണ് എനിക്ക് പെയിൻറ് മതി, ഞാൻ പെയിൻറ് കൊണ്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ച ഏട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന്. പക്ഷേ ഏട്ടനും ആ ഒരു ഇതിലിരുന്നു. പിന്നെ ഉണ്ണിക്കും ഭയങ്കര കാര്യം. അവളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നായിരുന്നേ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ വേറെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ എല്ലാവരും ഈ മുട്ടയ്ക്കകത്ത് ജസ്റ്റ് ഒരു പിന്നോ അങ്ങനെ വെച്ചിട്ട് ഇതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം വെള്ളയും മഞ്ഞ് അതെല്ലാം മാറ്റിയതിന് ശേഷമാണ് കേട്ടോ അതിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ 5-6 എടുത്തിട്ട് വെറുതെ അങ്ങനെ എടുത്ത് നമ്മൾ ചിലപ്പോൾ എടുക്കൂല. പിന്നെ ഈസ്റ്റർ അല്ലേ, ഈസ്റ്റർ കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ മുട്ടയ്ക്ക് എടുത്ത് വന്ന് ഇതാക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാനൊന്നുമില്ല. കറക്റ്റ് ഇത് ഫുൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ശരിക്കൊരു മുട്ട തന്നെയാണ് കേട്ടോ അത്. അതിൻ്റെ ഉള്ളിലത്തെ ഞാനൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പൊന്നൂസിന് ഭയങ്കരമായിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാലും പ്രശ്നമായില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ലാസ്റ്റത്തെ ഒരെണ്ണം നിനക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ അവിടെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ സ്കെച്ച് പെന്നുകൊണ്ട് കുറേയൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് മുട്ട മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, ഒരു സൈഡ് മാത്രം. അതായത് ഫോട്ടോ എടുക്കാനും നമുക്ക് കാണാൻ ഭംഗിക്ക് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാനാണല്ലോ ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഫ്രണ്ട് മാത്രം മതി. പിന്നെ എല്ലാം ഇതാക്കി വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ കളർ ഇതാവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാനിത് ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു.
അപ്പം ഞാൻ അതുകൊണ്ട് ഒരു സൈഡിൽ വട്ടം വരച്ചിട്ട് അവിടെ മാത്രമാണ് കേട്ടോ ചെയ്തായിരുന്നത്. എനിക്ക് ഏറ്റവും എന്താ സംതൃപ്തി തോന്നിയ ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ യെല്ലോ ഇല്ലേ, അതിലൊരു കുഞ്ഞിക്കോഴിയുടെ ഒരു ഇത് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ. പക്ഷേ നമ്മൾ പെയിൻറ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിണ്ടായില്ല. അങ്ങനെ അതൊക്കെ ഒരുവിധം ഞങ്ങൾ ഒപ്പിച്ചു. ചേട്ടനും ഒരു 3-4 ചെയ്തു, ഞാനും ചെയ്തു. പിന്നെ ലാസ്റ്റത്തെ ഒരു മുട്ട അതേ ഉണ്ണീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ, പൊന്നൂസിനെ കൊണ്ട്. അപ്പം അവളും ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കും. പിന്നെ ആൾക്ക് സ്കെച്ച് കിട്ടിയെങ്കിൽ ഇത്തിരി കോറി വരയ്ക്കൽ ഇച്ചിരി കൂടുതലാണ് ആൾക്ക്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ ദേ നമ്മുടെ എല്ലാം ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഇത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിങ്ങ എന്താ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.